പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളി ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം ആരംഭിച്ചു. തത്സമയം അന്തിമമായ കലാശക്കൊട്ട മത്സരം ഇനി ഫിനിഷിംഗിനോട് അടുക്കുകയാണ്. ഒന്നാം ട്രാക്കിൽ ആയാപറമ്പ് വലിയ ദിവാഞ്ചി ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ കടന്നു വരുന്നു. രണ്ടാം ട്രാക്കിൽ നടുഭാഗം ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ കടന്നു വരുമ്പോൾ മൂന്നാം ട്രാക്കിലൂടെ ചമ്പക്കുളം ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ കടന്നു വരുന്നു. 1, 2, 3 ട്രാക്കിലൂടെ അല്പം മുമ്പില് ഒന്നാം ട്രാക്കിലെ അതേ ആയാപറമ്പ് വലിയ ദിവാഞ്ചി ഇല്ല. രണ്ടിലെ നടുഭാഗം കഴിഞ്ഞ വർഷത്തെ ജേതാക്കള് ഒപ്പമെത്തുന്നു. ഇല്ല, അയാപറമ്പ് വലിയ ദിവാഞ്ചി തന്നെ തുഴകളുടെ വ്യത്യാസത്തിൽ മുന്നിൽ ഇല്ല. വണ്ടന്മാരുടെ കൊമ്പൊടിക്കുന്നവനാണ് നടുഭാഗം രണ്ടിലൂടെ ഇത് അല്പം മുന്നിൽ ഇല്ല. അയാപറമ്പ് വലിയ ദിവാഞ്ചി ശേഷം വിവരണത്തിന് കമലൻ ഷാജി ജലമണിലേക്ക് ഷാജി. ആവേശകരമായ 2024 രാജപ്രമുഖൻ ട്രോഫിയിൽ ഇതാ അയാപറമ്പ് വലിയ ദിവാഞ്ചിയും നടുഭാഗവും ചമ്പക്കുളവും കടന്നു പോകുന്ന കാഴ്ച മനോഹരമായ ദൃശ്യമായിരുന്നു. അയാപറമ്പ് വലിയ ദിവാഞ്ചി ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ്ബ് ജോസ് ആറ്റത്തുംപള്ളി ക്യാപ്റ്റനായിട്ട് കടന്നുപോയി. രണ്ടാം ട്രാക്കിലൂടെ നടുഭാഗം ബോട്ട് ക്ലബിന്റെ രാലിച്ചനന്തിയുടെ നേതൃത്വത്തിൽ കടന്നുപോയി. ചമ്പക്കുളം ബോട്ട് ക്ലബിന്റെ മോൻസ് കരിക്കമ്പള്ളിയുടെ നേതൃത്വത്തിൽ ചമ്പക്കുളവും കടന്നുപോയി. അങ്ങനെ 2024 രാജപ്രമുഖൻ ട്രോഫിയുടെ അവസാന ക്ലൈമാക്സ്. അമ്പയർമാരുടെ അവസാനത്തെ ജഡ്ജിന്റെ വിധി പറയട്ടെ. ഒരുപക്ഷെ 20 ദിവസം കൊണ്ട് ഇവിടെ സംഘടിപ്പിച്ച ജലോത്സവം കേരളത്തിലെ ജലോത്സവങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ചുരുങ്ങിയ ദിവസം ജലോത്സവത്തിന് കുട്ടനാട്ടിലെ തഹസിൽദാരെ അഭിമാനിക്കാം, ആലപ്പുഴ ആത്മീയ അഭിമാനിക്കാം, അതുപോലെ ഏറ്റവും സംഘാടക സമിതിയുള്ള എല്ലാവർക്കും ചമ്പക്കുളം പഞ്ചായത്തിന്റെ അക്ഷീണമായ സ്വാഗതമാണ് ഈ ജലോത്സവം ഗംഭീരമായി എടുത്തു പറയുകയാണ്. ഇവർക്ക് ഈ വള്ളംകളിയുമായി ഭേദ്യമായ ബന്ധം കുട്ടനാട്ടുകാരനല്ലെങ്കിൽ പോലും കുട്ടനാടിന്റെ സാംസ്കാരിക വൈവിധ്യത്തെ വിളിച്ചോടുന്ന 20 ദിവസം കൊണ്ട് സംഘടിപ്പിച്ച വള്ളംകളി മഹത്തായ വള്ളംകളിയാക്കി മാറ്റിയ ഇവിടുത്തെ ജലോത്സവ പ്രേമികൾക്ക് ഈ നടുത്തി ഗ്രാമപഞ്ചായത്തിലെ ജലോത്സവ നിവാസികൾക്ക് അതുപോലെ മനീഷ് ഐഷ മാത്യു ഉണ്ട് ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ക്ലൈമാക്സിൽ പോരാട്ടം എങ്ങനെ, എത്രത്തോളം ആവേശകരം? മനീഷ് കേൾക്കാമോ? പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവത്തിലെ ജേതാവായ ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മനീഷ് ഐഷ മാത്യു ഉണ്ട് നമുക്കിപ്പം. മനീഷ് കേൾക്കാമോ? മനീഷ്, ലക്ഷ്മി, ഇപ്പോഴാണ് ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം അവസാനിച്ചത്. ആവേശകരമായ മത്സരത്തിൽ ആയാപ്പറമ്പ് വലിയ ദിവാഞ്ചി, അതായത് ആലപ്പുഴ ടൗൺ ബോർഡ് ജോസ് ആറത്തുംപള്ളി ക്യാപ്റ്റനായിട്ടുള്ള ആയാപറമ്പ് വലിയ ദിവാഞ്ചിയാണ് കിരീടം ചൂടിയിരിക്കുന്നത്. രാജപ്രമുഖൻ ട്രോഫി സ്വന്തമാക്കിയിരിക്കുന്നത് ആയാപറമ്പ് വലിയ ദിവാഞ്ചിയാണ്. രണ്ടാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നത് നടുഭാഗം ചുണ്ടനാണ്. നടുഭാഗം ചുണ്ടൻ തുടങ്ങിയത് നടുഭാഗം ബോട്ട് ക്ലബ്ബാണ്. രാരിച്ചൻ എം ഡി ക്യാപ്റ്റനായിട്ടുള്ള ക്ലബിന്റെ രണ്ടാം സ്ഥാനവും വലിയ ദിവാഞ്ചി വലിയ ദിവാഞ്ചി ഒന്നാം സ്ഥാനമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ആവേശകരമായ ഫൈനലായിരുന്നു. ആവേശകരമായ ഫൈനൽ ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് ഫൈനൽ ഏറെ വൈകിയാണ് തുടങ്ങിയതെങ്കിലും ആരാധകരുടെ നിറഞ്ഞ കരഘോഷത്തോടു കൂടി തന്നെ ആയിരങ്ങളെ സാക്ഷി നിർത്തിയാണ് വലിയ ദിവാഞ്ചി ആയാമ്പറമ്പ് കിരീടം സ്വന്തമാക്കിയിരിക്കുന്നത്. സേതുലക്ഷ്മി.
ഓക്കെ മനീഷ്, എന്താണെങ്കിലും ആവേശകരമായ ചുണ്ടൻ വള്ളങ്ങളുടെ പോരാട്ടത്തിൽ ഒടുവിൽ കിരീടം ചൂടിയിരിക്കുന്നു. ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ പോരാട്ടത്തിന്റെ ദൃശ്യങ്ങളും കാഴ്ചകളുമാണ് പ്രേക്ഷകർ കണ്ടത്. ആനന്ദ് 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 2024 രാജപ്രമുഖ ട്രോഫി പോലുള്ള ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങളിൽ ഒന്നാം സമ്മാനം നേടിയ ആയാപറമ്പ് വലിയ ദിവാഞ്ചിക്ക് ഒന്നാം സമ്മാനമായി നൽകുന്ന രാജപ്രമുഖ ട്രോഫി, രണ്ടാമത് ശ്രീ തിരുനാൾ ട്രോഫി, മൂന്ന് കുറിച്ചി കരിമല ക്ഷേത്ര ആയാപറമ്പ് വലിയ ദിവാഞ്ചി ക്ലബിന് ഇപ്പോൾ ട്രോഫി കൈമാറുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സ്പോൺസർ ചെയ്യുന്ന ട്രോഫി, ഗിരിഗിരി ജോസഫ് വേണയിൽ മെമ്മോറിയൽ ട്രോഫി, ഉടൻ തന്നെ രാജപ്രമുഖ ട്രോഫി കരസ്ഥമാക്കിയ ആയാപറമ്പ് വലിയ ദിവാഞ്ചിയുടെ ക്യാപ്റ്റൻ ജോസ് സർക്കാത്തുപള്ളി ഉടൻ തന്നെ വേദിക്ക് ഖമയിൽ എത്തിച്ചേരുക. സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ആയാപറമ്പ് വലിയ ദിവാഞ്ചിയുടെ ക്യാപ്റ്റൻ ജോസ് സർക്കാത്തുപള്ളി ഉടൻ തന്നെ വേദിയിൽ ഖമയിൽ എത്തിച്ചേരുക. സമ്മാനദാന കർമ്മം നിർവഹിക്കുന്നത് ആലപ്പുഴയുടെ ആദരണീയനായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് IAS അവர்களാണ്. സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ആയാപറമ്പ് വലിയ ദിവാഞ്ചിയുടെ ക്യാപ്റ്റൻ ജോസ് സർക്കാത്തുപള്ളി അവരുടെ പവലിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മനീഷ് ഏഷ്യ മാത്യു തുടരുന്നുണ്ട്. മനീഷ്, അങ്ങനെ ആയാപ്പറമ്പ് വലിയ ദിവാഞ്ചി ചുണ്ടൻ ജേതാവായിരിക്കുന്നു. ട്രോഫി കൈമാറ്റവും നടന്നിരിക്കുന്നു. ആണുകുട്ടിയമ്മ സ്മാരക ട്രോഫി, KK പങ്കജാക്ഷൻ മെമ്മോറിയൽ ട്രോഫി, CFCA സ്പോൺസർ ചെയ്യുന്ന ട്രോഫി, ഗിരിഗിരി ജോസഫ് പേണയിൽ മെമ്മോറിയൽ സ്പോൺസർ ചെയ്യുന്ന ട്രോഫി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ആയാപറമ്പ് വലിയ ദിവാഞ്ചിയുടെ ക്യാപ്റ്റൻ ജോസ് സാറാത്തമ്പള്ളി ഉടൻ തന്നെ ഒന്നാം സമ്മാനം രാജപ്രമുഖ ട്രോഫി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഭവനിൽ എത്തിച്ചേരുക. (2024) രാജപ്രമുഖൻ ട്രോഫി കരസ്ഥമാക്കിയ ആയാപറമ്പ് വലിയ ദിവാഞ്ചിക്ക് അതിന്റെ ക്യാപ്റ്റൻ ജോസ് സാറാത്തമ്പള്ളിക്ക് രാജപ്രമുഖൻ ട്രോഫി സമ്മാനദാനം നിർവഹിക്കുന്നത് ആദരണീയനായ ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് IAS അവர்களാണ്. സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഉടൻ തന്നെ ആയാപറമ്പ് വലിയ ദിവാഞ്ചിയുടെ ക്യാപ്റ്റൻ ഭവനിൽ എത്തിച്ചേരുക. ക്യാപ്റ്റനെ പെട്ടെന്ന് പവനിൽ എത്തിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും സ്പീഡ് ബോട്ടിൽ അദ്ദേഹത്തെ ഈ പവനിലേക്ക് എത്തിക്കുക. ദയവേത് ശ്രദ്ധിക്കുക, വളരെയധികം താമസിച്ചു പോയി. പെട്ടെന്ന് തന്നെ ക്യാപ്റ്റനെ പവനിൽ എത്തിക്കുവാൻ ഏതെങ്കിലും സ്പീഡ് ബോട്ടിൽ ഉടൻ തന്നെ പവനിൽ എത്തിക്കുക. ക്യാപ്റ്റൻ ഇറങ്ങുവാനായിട്ട് നിങ്ങളുടെ ഇവിടെ കിടക്കുന്ന ബോട്ടുകളൊന്ന് മാറി കൊടുക്കുക. അദ്ദേഹം വരുന്ന ബോട്ടിൽ ഇവിടെ ഇറങ്ങുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഉണ്ടെങ്കിൽ കൊടുക്കുക. ദയവ് ചെയ്ത് സഹകരിക്കുക. ഇതിന് മുന്നിൽ കിടക്കുന്ന ബോട്ട് സ്പീഡ് മുന്നോട്ട് മാറ്റുക. ബോട്ടും വള്ളവും പവനിൽ നിന്ന് മുന്നിൽ നിന്ന് മാറ്റുക. അവർക്ക് ഇങ്ങോട്ട് അടയ്ക്കുന്നതിന് വേണ്ടി സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുക.
2024 മൂലം ജലോത്സവത്തിൽ ഒന്നാം സമ്മാനം നേടിയ ആയാപറമ്പ് വലിയ ദിവാഞ്ചി രാജപ്രഭുത്വ ട്രോഫി ഏറ്റുവാങ്ങിയാൽ ടൗൺ ബ്ലോക്ക് രണ്ടാം സമ്മാനം നേടിയ നടുഭാഗം ചുണ്ടിന്റെ ക്യാപ്റ്റൻ ഉടൻ തന്നെ സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി തൊഴിൽ എത്തിച്ചേരുന്നതാണ്. അതുപോലെ തന്നെ മൂന്നാം സമ്മാനം നേടിയ ചമ്പക്കുളം ചുണ്ടിന്റെ ക്യാപ്റ്റനും നാല് മറ്റു മാറും കരസ്ഥമാക്കിയ ഉടൻ തന്നെ അവരുടെ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി തൊഴിൽ എത്തിച്ചേരേണ്ടതാണ്. പെട്ടെന്ന് തന്നെ എത്തിച്ചേരുക. ആലപ്പുഴ ടൗൺ ബോർഡ് ക്യാപ്റ്റൻ റോസ് സ്ഥാനാർത്ഥികളിൽ രാജപ്രഭുത്വ ട്രോഫി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മനീഷ് ഐഷ മാത്യു തുടരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഈ അയാപ്പറമ്പ് കരക്കാരുടെ സ്വന്തം, അവരുടെ എല്ലാമായ അയാപ്പറമ്പ് വലിയ ദിവാൻജി ഒടുവിലത്തെ കപ്പ് ചൂടിയിരിക്കുന്നു, ട്രോഫി നേടിയിരിക്കുന്നു, വിജയശ്രീ ലാളിതരായിരിക്കുന്നു. തീർച്ചയായും അയാപ്പറമ്പ് വലിയ ദിവാൻജി പരാജയപ്പെടുത്തി ആദ്യ ഹീറ്റ്സ് പരാജയപ്പെടുത്തിയത് 3 തവണ തുടർച്ചയായി നെഹ്റു ട്രോഫി നേടിയ ട്രോഫികളിൽ മുത്തമിട്ട പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനെയാണ്. ആദ്യ ഹീറ്റ്സിൽ പള്ളാത്തുരുത്തി ക്ലബിനെ ദിവാൻജി പരാജയപ്പെടുത്തുകയും പക്ഷേ എന്നാൽ ഒരു പരാതിയെ തുടർന്ന് വീണ്ടും ആ ഹീറ്റ്സ് നടത്തുകയും ചെയ്തു. എന്നാൽ 2 ഹീറ്റ്സിലും ആയാപ്പറമ്പ് വലിയ ദിവാൻജി വലിയ മാർജിനിൽ തന്നെയാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനെ പരാജയപ്പെടുത്തിയത്. ഈ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ നെഹ്റു ട്രോഫി നേടിയവരാണ്. അത്രയും ശക്തമായ ടീമിന് 3 തവണ നെഹ്റു ട്രോഫിയിൽ നിഷ്പ്രസ വലിയ ദിവാൻജി ഫൈനലിലേക്ക് എത്തിയതോ ഫൈനലിൽ ശരി മനീഷ്, അങ്ങനെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനെ പരാജയപ്പെടുത്തി അയാപ്പറമ്പ് കരക്കാരുടെ സ്വന്തം അയാപ്പറമ്പ് വലിയ ദിവാൻജി ചുണ്ടൻ വള്ളം കിരീടം നേടിയിരിക്കുന്നു, കപ്പുയർത്തിയിരിക്കുന്നു. ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ ഇക്കുറി ചുണ്ടന്മാരുടെ ഫൈനൽ പോരാട്ടത്തിൽ അയാപ്പറമ്പ് വലിയ ദിവാൻജി ചുണ്ടൻ വള്ളം ആ ക്ലബ്ബ് കപ്പുയർത്തിയിരിക്കുന്നു. മനീഷ് ഐഷ മാത്യു ആണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്.